ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറിങ്ങിൻ്റെ കുറച്ച് വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പല കാരണം കൊണ്ടും നമുക്ക് ഉദ്ദേശിച്ച പോലെ ഉള്ളിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മഴ കാരണമൊക്കെ വീഡിയോ കുറച്ച് ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെമ്പററി കണക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു മെയിൻ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വാൾ കട്ട് ചെയ്തിട്ട് മെയിൻ സ്വിച്ചിൻ്റെ ബോക്സ് ഫിറ്റ് ചെയ്താൽ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇപ്പോൾ താഴെ കാണുന്ന ബെൽ ഓൾ എന്നുള്ളത് തന്നെ നമ്മൾ ചെയ്തേക്കും. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫിറ്റ് ആക്കുന്നത്. ഇത് നമ്മൾ എർത്ത് ആവശ്യമായ കോപ്പർ ഇവിടെ ചുറ്റി വെച്ചതാണ്. ഇത് 1.25 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ട് നമ്മൾ മെയിൻ അകത്തേക്ക് പോകേണ്ട മെയിൻ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോർണറിൽ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് വരുന്നത് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടുന്ന് ലൈൻ എടുക്കുന്ന സമയത്ത് ഇപ്പുറത്തെ അവരുടെ സ്ഥലത്തേക്ക് പോയിട്ട് കൺസെൻറ്റ് വേണ്ടി വരും. അപ്പോൾ ആ കൺസെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഈ ഒരു കോർണറിലോ അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റർ ഭാഗത്തോ വരുന്നതാണെങ്കിൽ കേബിൾ ഇങ്ങനെ സ്ട്രൈറ്റ് വന്നിട്ട് നമുക്ക് ആ ഒരു കൺസെൻറ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു കൺസെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോർണറിലായിട്ട് ചെയ്ത്. അപ്പോൾ പലപ്പോഴും ചില ആൾക്കെങ്കിലും തോന്നും ഇതിന് ഇത്രയും ദൂരം കൊണ്ടുപോയിട്ട് വെച്ചത് നമുക്ക് ശരിക്കും ഈ ഒരു ഭാഗത്ത് തന്നെ സെൻട്രലായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ നോക്കിയിട്ട് വെക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പോയി. അപ്പോൾ 3 ഫേസ് ക്യൂബിക്കൽ മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത് പെർമനൻ്റായിട്ട് ഇത് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ടെമ്പററിയുടെ വെച്ച് ആ ഒരു ബോക്സ് പിന്നീട് എടുത്ത് കളയുന്ന ഒരു രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വാങ്ങുന്ന സമയത്ത് തന്നെ ക്യൂബിക്കൽ മെയിൻ സ്വിച്ച് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് KCBൻ്റെ റൂൾ പ്രകാരമുള്ള ഹൈറ്റ് വരുന്നത് 1.25 മീറ്ററാണ്. മീറ്ററിൻ്റെ നമ്മളെ WH മീറ്ററിൻ്റെ ടോപ്പ് ഹൈറ്റ് വരേണ്ടത് ആ ഒരു ഡിസ്പ്ലേ വരുന്ന ഭാഗം അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ പരമാവധി ആ ഒരു ലെവലിൽ തന്നെ വെക്കുക. നമ്മൾ ഇത്രയും ഭാഗം പ്രൊജക്ഷൻ ചെയ്തിട്ട് ബോൾട്ട് അടിച്ചിട്ട് ഫിക്സ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം പോകുന്നവരെ തലക്കൽ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ അകത്തേക്ക് കുഴിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇപ്പം തന്നെ ഇത് ചെയ്യാനുള്ള പ്ലാസ്റ്ററിങ് ചെയ്ത് ഉടനെ തന്നെ ചെയ്യാനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ ടൈലിട്ടതിന് ശേഷമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അകത്തുനിന്ന് ആ ടൈല് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഇപ്പം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മാർക്ക് വരുന്നത്. ഇതിൻ്റെ പുറമേ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് കൂടി കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ. എന്നാലും നമുക്കിവിടെ സിമെൻറ്റ് ഫില്ലാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ പ്ലാസ്റ്ററിങ് മാത്രമേ കട്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള കല്ല് കട്ടാക്കാൻ വേണ്ടിയിട്ട് പോയി എന്നതിന്. അപ്പോൾ പനാറൈമറിൻ്റെ ഒരു 5-in-1 സോക്കറ്റ് സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മീറ്ററിൻ്റെ താഴെയായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഏതായാലും സിംഗിൾ ഫേസ് മീറ്റർ വരുമോ. അപ്പോൾ നമുക്ക് ഇത്ര വരെ മീറ്ററിൻ്റെ ഹൈറ്റ് വരും. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പുറമേ പ്ലഗ്ഗെല്ലാം അടിച്ച് വൃത്തിയിടാവുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഇത് അഴിച്ച് മാറ്റിയാൽ മതിയാവുമല്ലോ. ഈ സോക്കറ്റിൻ്റെ ബോക്സ് ഫിറ്റ് ആക്കാൻ വേണ്ടി പോയത് ഇതുപോലത്തെ സ്റ്റാറിൻ്റെ സ്ക്രൂ ഇട്ടിട്ട് എടുക്കുന്നത്. സെൽഫ് ഡ്രില്ലിങ്ങും സെൽഫ് ടാപ്പിങ്ങും ഉള്ള സ്റ്റാറിൻ്റെ സ്ക്രൂ എന്നിട്ട് ഡയറക്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ വയറ് നമ്മളിപ്പം തന്നെ സെറ്റാക്കിയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഫിറ്റാക്കിയ പാടെ കണക്ഷൻ കൊടുക്കൽ ബുദ്ധിമുട്ടായിരിക്കും. ഇളകിപ്പോയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ സെറ്റാക്കി വെച്ചാൽ കുറച്ചുകൂടി സൗകര്യം. അപ്പോൾ ഇത് 10 mm വയറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 10 സ്ക്വയർ mm വയർ വെച്ചിട്ട് ഇതിപ്പോൾ ഫേസിലേക്കുള്ള കണക്ഷനാണ്. നമ്മളിപ്പോൾ ഒരു ഫേസിൻ്റെ കണക്ഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഫേസിലേക്കുള്ളത് ഇനിയിപ്പോൾ ന്യൂട്രലിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കണം. ഈ ഫേസിലുള്ളത് ഇവിടത്തേക്കും കൊടുക്കണം. അപ്പോൾ RYB ആ ഓർഡറിലാണ് പോവുക. ഇത് N ആണ്, ന്യൂട്രൽ വരുന്നതാണ്. അത് ഡയറക്റ്റ് ലിങ്കാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് KCBയുടെ ഫേസ് ഇന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഔട്ട് എടുക്കുകയാണ്. ഔട്ട് ഇങ്ങനെ കൊടുക്കുക. നമ്മളെ ഈ ക്യൂബിക്കൽ മെയിൻ സ്വിച്ചിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുക. ഇത്രയും നമുക്കിപ്പോൾ സിംഗിൾ ഫേസ് കൺസ്ട്രക്ഷൻ പർപ്പസിനുള്ള കറണ്ടിന് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള 3 ലൈൻ വരുന്നത് 3 ഫേസ് ലൈനും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതും ഈ കാണുന്ന പോലെ തന്നെ ലിങ്ക് ചെയ്യേണ്ടത്. ഫേസ് ഫ്യൂസിൽ നിന്ന് ഔട്ട് കൊടുക്കുക. ഇത് ഇന്നിലേക്ക് വരുന്ന ലൈനിൽ കൊടുക്കുക. 3 ഫേസ് ഇന്നിലേക്കുള്ള ഭാഗം കൊടുക്കുക. അപ്പോൾ നമ്മളിനിയിപ്പോൾ ELCBയുടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ELCBയുടേത് നമ്മളിപ്പോൾ ന്യൂട്രൽ ഇങ്ങനെ വന്ന് ന്യൂട്രൽ ഡയറക്റ്റ് ലിങ്ക് വഴി ഈ ഭാഗത്തേക്ക് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ഫേസ് ഈ ഒരു ഭാഗത്തേക്കും കൊടുക്കും.
ഈ ഭാഗമാണ് ഇന്ന് വരിക, ഈ ഭാഗം ഔട്ടാണ് വരിക. അപ്പോൾ സിംഗിൾ ഫേസ് വരുന്ന സമയത്ത് 3 ഫേസ് വരുന്ന സമയത്തും എല്ലാം അങ്ങനെയാണ്. 3 ഫേസ് വരുന്ന സമയത്ത് 3 ഫേസ് ഇങ്ങനെ ഉണ്ടാവും, ന്യൂട്രൽ ഇങ്ങനെ എൻഡ് ലൈറ്റും ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിന് കണക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഔട്ടിൽ നിന്ന് ഈ ഒരു സോക്കറ്റിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് ഇന്നിലേക്ക് കൊടുത്തിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഡാമേജ് വന്നിട്ട് മാറ്റണമെങ്കിൽ ഇതിനെക്കാട്ടി നല്ലത് ഇത് തന്നെയാണ്, മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് തന്നെ മാറ്റാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്ററിലുള്ള കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഈ മെയിൻ സ്വിച്ചിൻ്റെ ഔട്ടിൽ കൊടുക്കുന്നത്. PLCB ഔട്ട് കണക്ഷൻ എടുക്കാൻ വേണ്ടി പോയിരുന്നു. ന്യൂട്രൽ നമ്മൾ യെല്ലോ കളർ ഉപയോഗിക്കുന്നത്. ഇത് 1.5ൻ്റെ വയറാട്ടോ, നമ്മൾ ഡബിളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. മാർബിളെല്ലാം വെക്കുന്ന സമയത്ത് മോട്ടർ വെക്കുമ്പോൾ ചില സമയത്ത് ഇത് നേരെ വയറിട്ട് കഴിഞ്ഞാൽ ഫ്യൂസായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് കളയേണ്ടതുകൊണ്ടാണ് വേറെ സെപ്പറേറ്റ് ഒരു വയർ വാങ്ങാത്തത്. ഏതായാലും ഡബിൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അതേ ഗുണം തന്നെ കിട്ടും, 3mm അതേ ഗുണം തന്നെ കിട്ടും. പിന്നെ ഫേസ് ഈ ഒരു ഭാഗത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് നേരെ അടുത്തായിട്ട് പോകുന്നത് ഈ ഫ്യൂസിലേക്കാണ്. അപ്പോൾ ഈ ഫ്യൂസിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഫ്യൂസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർബിളിൻ്റെ ആ ഒരു മോട്ടറിൽ ഇടുന്ന സമയത്ത് ഈ ഒരു ഭാഗം ചൂടായിട്ട് മെൽറ്റ് ആവലുണ്ട് അധികം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. ELCBന്ന് നേരെ സ്വിച്ചിലേക്ക്, സ്വിച്ചിൽ നിന്ന് ഫേസ് ഇതിലേക്ക് കൺട്രോൾ പോകുന്നത്. അത് മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് മെൽറ്റ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ ഒഴിവാക്കുന്നത്. ഇത് അധിക സ്ഥലത്ത് മെൽറ്റ് ആയതിനു ശേഷം പിന്നെ അഴിച്ച് മാറ്റാൻ വേണ്ടി പിന്നീട് ഒരു ദിവസം കൂടി വരേണ്ടി വരും. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ WH മീറ്റർ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കിൾ സ്ക്രൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോന്നിട്ടിട്ട് ടൈറ്റാക്കി കൊടുക്കും. അധിക സ്ഥലത്ത് ഇത് ഒരു ചെറിയൊരു കേബിളൊക്കെ വെച്ചിട്ട് അവർ കട്ടി തൂക്കിയിട്ടുണ്ടാവില്ല. അലൂമിനിയത്തിൻ്റെ ചെറിയൊരു പീസ് ഇട്ടിട്ട് കട്ടി തൂക്കിയിട്ടുണ്ടാവുക. കാണാൻ ഒരു വൃത്തികേടാണ്. ഇത് വൃത്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യനെ കാണും, അധികം ഇലക്ട്രീഷ്യനെ ഇത് കാണാൻ ചാൻസ് ഉള്ളൂ. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അത് വൃത്തി തന്നെ ചെയ്യുന്നില്ല നല്ലത്. സ്വിച്ച് ബോർഡിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി പോയി ഇവിടത്തേക്ക് ഫേസ് ഇന്ന് വരുമോ, ഇവിടുന്ന് ഫേസ് ഔട്ട് എടുക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു കഷ്ണം വയറെടുത്തിട്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ എടുക്കുന്ന സമയത്ത് കുറച്ച് വയർ നീളമുള്ളത് തന്നെ എടുക്കുന്നത് നല്ലതാണ്. അധികം ഇത് കരിഞ്ഞു പോലുണ്ട് വലിയ മെഷീനിൽ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് വന്നിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി പിന്നീട് വയർ അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. ഇതന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനാണ്. ഇത് സ്വിച്ചിൻ്റെ ഔട്ടിലായിട്ട് കൊടുക്കും, ഇവിടെയും കൊടുത്താൽ മതി. സ്വിച്ചിൻ്റെ ഇന്നിൽ കൊടുക്കുന്നവരുണ്ട്. നമുക്കിത് പെട്ടെന്ന് കറണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന്. അതിൻ്റെ ആവശ്യം ഇപ്പം വരുന്നില്ല, കാരണം WH മീറ്ററിൽ LED ഉള്ള ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് കത്തുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഏതായാലും സപ്ലൈ ഉണ്ടോ എന്നുള്ളത്. പിന്നെ അത് മാത്രം ഇത് 1/2 വാട്ടാണ് ഇതിൻ്റെ LED ലൈറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ റെസിസ്റ്ററും എല്ലാം വരുന്ന സമയത്ത് ഏകദേശം 1 വാട്ടോളം കറണ്ട് ഉണ്ടാവും. നമ്മൾ കണ്ടിന്യൂസ് ഇതിൽ ഇന്നിൽ കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു സപ്ലൈ മീറ്ററിൽ റീഡ് ചെയ്തിട്ട് അത്രയും കൂടി നമുക്ക് കറണ്ട് ബില്ല് കൺസ്യൂം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കോപ്പർ കൊടുക്കുകയാണ് എർത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഫേസ് നേരെ സ്വിച്ചിലേക്ക് വന്ന് അതിന് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്ന് ന്യൂട്രൽ ഡയറക്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് ലിങ്കിങ്ങോ കണക്ഷനോ ഒന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല. ന്യൂട്രൽ എപ്പോൾ ഡയറക്റ്റ് കൊടുക്കുന്നതാണ്. എർത്തിൽ ഞാൻ ഇതുവരെ മാത്രമേ ഇൻസുലേഷൻ അടിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ പിന്നീട് ഇത് എടുത്ത് കളയുന്നതുകൊണ്ട് അകത്തുനിന്ന് ഇനി ടച്ചായിട്ട് എന്തെങ്കിലും ഫാൾട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അകത്ത് ഇതുവരെ മാത്രമേ ഇൻസുലേഷൻ കൊടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ഡയറക്റ്റ് ബോഡിയിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ഇടിയുന്നു. PLCBൻ്റെ പേപ്പറൊന്നും എടുത്ത് നോക്കും. നമ്മൾ സപ്ലൈക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ELCB നമ്മൾ എത്ര നല്ല കമ്പനി എഴുതി കൊടുത്താലും ഈ ഒരു ആവശ്യത്തിന് വരുന്ന സമയത്ത് കടക്കാർക്കൊരു സ്വഭാവമുണ്ട്, ലോക്കലേ കൊടുത്തു വിടും. കാരണം ഇത് പിന്നെ എടുത്ത് കളയേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടുകാരെക്കാട്ടിയും നമ്മൾ പറയുന്ന ഇലക്ട്രീഷ്യനെക്കാട്ടിയും എല്ലാ അറിവ് കടക്കാർക്കായി മാറുന്നുണ്ട്. ഞാനിപ്പോൾ നല്ലൊരു ബ്രാൻഡ് എഴുതി കൊടുത്തതാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്. പിന്നീട് വന്ന് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണല്ലോ, ഇവർക്ക് ഒരുപാട് വർക്ക് ഇനിയും കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ ഇത് മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നത് തോന്നുന്നു. ലോക്കൽ ബ്രാൻഡാണ് വാങ്ങിയിട്ടുള്ളത്. അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു മണ്ടത്തരം തന്നെയാണത്. സേഫ്റ്റി നോക്കാണ്ട് ബ്രാൻഡിൻ്റെ ഇത് പറഞ്ഞിട്ട് വാങ്ങുക. പിന്നെ കടക്കാർ ഇന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രീഷ്യന്മാരെ പറയുന്ന ഒരു വാക്കിന് ഒരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത്. അവരെ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വെക്കുന്ന ഒരു അവസ്ഥയും കൂടി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിത് സെറ്റാക്കാൻ വേണ്ടി പോയി. നമ്മളിനി മെയിൻ സ്വിച്ചിൻ്റെ ആ ഒരു ലിവർ കൂടി ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ സ്ക്രൂ ടൈറ്റാക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു ഇൻസുലേഷൻ ടൈപ്പ് ഇട്ട് അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സൈഡ് വരുന്ന ഭാഗം കൈ പോകാത്ത ഭാഗമൊക്കെ സ്ക്രൂ ടൈറ്റാക്കാൻ വേണ്ടി പറ്റും.
ആവശ്യം കഴിഞ്ഞ് ടൈറ്റായിട്ടാകുമ്പോൾ ഒറ്റ വലി വലിച്ചാൽ മതി. ഇൻസുലേഷനിങ് പോലും അവിടെ ടൈറ്റായി നിന്നോളൂ. മെയിൻ സ്വിച്ച് സെറ്റാക്കുന്നതിന് മുമ്പ് ഈ ഹോളെല്ലാം ഒന്ന് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നതല്ലേ കേട്ടോ. അകത്തേക്ക് സിമെൻറ്റ് ഒലിച്ച് വരില്ല. അപ്പോൾ ഇത് എർത്ത് കൊടുക്കേണ്ട ഭാഗമാണ്. ഇവിടെ ജസ്റ്റ് പെയിൻ്റ് ഒന്ന് ചുരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.25 ഇഞ്ചാണ് നമ്മൾ ഹോൾ അടിച്ചിട്ടുള്ളത്. 1.25 ഇഞ്ച് പൈപ്പാണ് ഈ ഒരു ഭാഗത്തേക്ക് സർവീസ് വയർ വരാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. 4 വയർ വരണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ മെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് 1.25 ഇഞ്ച് പൈപ്പ് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എർത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെറ്റാക്കാൻ വേണ്ടി പോയി. ടോപ്പ് ലെവൽ ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെ സൈഡും ഒന്ന് ലെവൽ ചെയ്യുക. അതിനുശേഷം സിമെൻറ്റ് ഫില്ല് ചെയ്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ താഴോട്ടേക്കുള്ള ഹോൾ എടുത്തിട്ടില്ല. ഈ ലെവൽ നോക്കിയിട്ട് കറക്റ്റ് ആ ഒരു ഭാഗത്തൊന്ന് കട്ടിങ് എടുത്തിട്ട് ഹോൾ എടുക്കുക. ഇതിന് ഇനി നമ്മൾ എർത്ത് ടെസ്റ്റിങ് നടത്തണം. അതുപോലെ തന്നെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തണം. ഇൻസുലേഷൻ ടെസ്റ്റ് ഇത് ചെറിയ വയറായതുകൊണ്ട് നല്ല ഇൻസുലേഷൻ തന്നെ ഉണ്ടാവും. എർത്തിൻ്റെത് നമ്മളിപ്പോൾ മഴക്കാലമായതുകൊണ്ട് നല്ല വാല്യൂ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്നാലും നമുക്ക് ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ടെസ്റ്റ് റിപ്പോർട്ടിൽ എന്തായാലും KCBക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 എർത്താണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വീട്ടിന് നോർമലി ആവശ്യത്തിന്, ടെമ്പററി ആവശ്യത്തിന് 2 എർത്തും പിന്നെ DBക്ക് ഒരു എർത്താണ് നോർമലി ഉണ്ടാവില്ല. അപ്പോൾ ടെമ്പററി ആവശ്യം അല്ലാതെ ആ ഒരു പർപ്പസ് കൂടാതെ തന്നെ നമ്മൾ 3 എർത്ത് അടിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു ഉപകരണം കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വീട്ടിന് സേഫ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എർത്ത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, മെഗർ ടെസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല വീഡിയോ ഇനിയിപ്പോൾ തുടരെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.